ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്രിസ്മസ് കുക്കീസ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് കിടന്നാലോ. നമ്മളിപ്പോൾ ഒരു ബൗളിൽ 3 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഹാഫ് സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിൽ നമുക്ക് 2 മുട്ട എടുക്കാം. ഇതിന് ശേഷം ഇത് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 1/4 കപ്പ് ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് ഫസ്റ്റ് ഒന്ന് വെറുതെ മിക്സ് ചെയ്തതിന് ശേഷം അതിന് ശേഷം ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തെറിക്കും. അതുകൊണ്ടാണ് ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പാർട്ട് ബൈ പാർട്ട് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക, അതിന് ശേഷം മാത്രം ബീറ്റർ ഓൺ ചെയ്തിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പൗഡറൊക്കെ ഇങ്ങനെ മുകളിലേക്ക് തെറിക്കും. നിങ്ങൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം എപ്പോഴും ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് മിക്സ് ആയതിന് ശേഷം നമുക്കിനി കൈ കൊണ്ട് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിലത്തെ ഒരു പാർട്ട് എടുത്തിട്ട് നമുക്കിതിലേക്ക് റെഡ് കളറൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ 1/4 സ്പൂണ് റെഡ് കളറാണ്, ഫുഡ് കളറാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് ഗ്രീൻ ഫുഡ് കളറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പലയിൽ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലോർ ഫസ്റ്റ് എടുത്തിട്ട് ഒന്ന് നീളത്തിൽ റോൾ ചെയ്തെടുക്കുക. ഇത് നമുക്കിനി ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. നമ്മുടെ ചപ്പാത്തിയുടെ പോലെ തന്നെ പരത്തിയെടുക്കുക. അതിനുശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഗ്രീനും നമുക്കൊന്ന് നീളത്തിൽ റോൾ ചെയ്തെടുക്കാം. നമ്മൾ സെയിം ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്തി ആ ചപ്പാത്തിയുടെ കനത്തിൽ തന്നെയാണ് നമുക്ക് ഇതും പരത്തിയെടുക്കേണ്ടത്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ നെക്സ്റ്റ് നമ്മുടെ റെഡ് കളർ എടുക്കാം. ഇതും നീളത്തിൽ റോൾ ചെയ്യുക. ചപ്പാത്തിയുടെ കനത്തിൽ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ റോൾ ചെയ്തിട്ട് നമുക്കിതും സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള കളർ, പിന്നെ റെഡ്, പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രീൻ ഷീറ്റും കൂടി വയ്ക്കാം. ഇതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് അതുകൊണ്ട് വേറെ കുക്കീസും കൂടി ഉണ്ടാക്കാം. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് നീളത്തിൽ റോൾ ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. പ്രസ് ചെയ്ത് നീളത്തിൽ തന്നെ റോൾ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമുക്കൊരു ഓവൽ ഷേപ്പിലായിരിക്കും ഇരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈൻ്റെ ഇടയ്ക്കൊന്ന് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഓവൻ 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഷേപ്പും കളറൊക്കെ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കട്ട് ചെയ്ത മാവില് അത് ഒരുമിച്ച് ഒന്ന് ഒരു ബോളാക്കിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മൾട്ടി കളർ ഷെയ്ഡ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ, സ്റ്റാർസ്, നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് വെച്ച് ഒന്നും കൂടി കട്ട് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് പ്ലെയിൻ കുക്കീസ് ഇങ്ങനെ എടുക്കാം. ഇത് നമുക്ക് സ്പ്രിങ്ക്ലേഴ്സാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്പ്രിങ്ക്ലേഴ്സ് വേണമെങ്കിലും അതിൻ്റെ മുകളിലേക്ക് ഇടാം. വേണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചേൽ സ്പ്രിങ്ക്ലേഴ്സ് ഇട്ടിട്ടുണ്ട്, ചിലത് നമ്മൾ പ്ലെയിൻ ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ്. അതിന് ശേഷം 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ കുക്കീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ പാറ്റേൺസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുക്കീസ് ഉണ്ട്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.